ഈ ബോഡി ബിൽഡിംഗ്സിലെ താരങ്ങൾക്ക് പോലും ജോലി കൊടുത്ത് അത് കോടതി തടയുക ചെയ്തിട്ട് പോലും അനസ് എടത്തൊടിക പോലെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ എന്താണ് സർ തടസ്സം? അനസ് എടത്തൊടിക ആ മത്സരം നടന്ന കാലയളവിൽ ആ സമയത്ത് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായില്ല. അദ്ദേഹം അന്ന് മറ്റൊരു ജോലിയിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അപേക്ഷ ലഭ്യമായിട്ടില്ല. കായിക മേഖലയുടെ കായിക രംഗത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തെ പ്രതിനിധാനം ചെയ്ത ആളുകൾക്ക്, കായിക താരങ്ങൾക്ക് വിവേചനരഹിതമായി അവരർഹിക്കുന്ന തലത്തിൽ ജോലി കൊടുത്ത് അവർ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. എന്നാൽ 22 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത 2015-16 ദേശീയ ഫുട്ബോൾ തലത്തിൽ ഏറ്റവും നല്ല പ്ലെയർ എന്ന് ഖ്യാതി നേടിയ അനസ് എടത്തൊടിക, അതുപോലെ തന്നെ റിനോ ആന്റണി തുടങ്ങിയ ആളുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. ഞാൻ ഈ വിഷയം സർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്തായി കൊടുത്തിരുന്നു. അന്ന് മന്ത്രി അനസ് എടത്തൊടികൾക്ക് എന്തായാലും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോ ഈ ബോഡി ബിൽഡിംഗ്സിലെ താരങ്ങൾക്ക് പോലും ജോലി കൊടുത്ത് അത് കോടതി തടയുക ചെയ്തിട്ട് പോലും അനസ് എടത്തൊടിക പോലെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ എന്താണ് സർ തടസ്സം? സർ, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം കായിക താരങ്ങൾക്ക് ജോലി നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഓരോ വർഷവും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 50 കായിക താരങ്ങൾക്ക് നിർബന്ധമായും ജോലി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള വകുപ്പുകളിൽ കായിക വകുപ്പിൻ്റെ ശുപാർശ കൂടാതെ തന്നെ ജോലി നൽകുന്ന സംവിധാനവും നിലവിലുണ്ട്. ഈ അങ്ങ് പറഞ്ഞ ഈ പ്രത്യേക കാര്യം, അനസ് എടത്തൊടിക ആ മത്സരം നടന്ന കാലയളവിൽ ആ സമയത്ത് അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായില്ല. അദ്ദേഹം അന്ന് മറ്റൊരു ജോലിയിൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അപേക്ഷ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഏകദേശം 241 വേക്കൻസികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അത് 16 മുതൽ 19 വരെ കാലയളവിൽ മത്സരിച്ച ആളുകൾക്കുള്ള റിക്രൂട്ട്മെന്റാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ആരെയും ഒഴിവാക്കി നിർത്തുന്ന ഒരു നിലപാടും ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. രാജ്യത്ത് തന്നെ മാതൃകാപരമായി കായിക താരങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.